നിലമ്പൂര് ഭാഗങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? എവിടെയാണ് മന്ത്രി? കാട്ടിൽ നിന്ന് കാട്ടുപന്നിയും കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപോത്തും കടുവയും ഉൾപ്പെടെ ഇറങ്ങുമ്പോൾ നാട്ടിലുള്ള മന്ത്രി മാത്രം ഇവിടെ വരുന്നില്ല. ബാക്കി എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന മന്ത്രി ഇതുവരെ നാട്ടിലേക്ക് വരുന്നില്ല. എന്റെ നിയോജകമണ്ഡലം വണ്ടൂരിലെ 22 ദിവസം മുമ്പാണ് ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത്. അതിനുശേഷം പലവട്ടം മന്ത്രി മലപ്പുറത്ത് വന്നുപോയി. എന്ത് അദ്ദേഹത്തിന് മലപ്പുറത്ത് നിന്ന് ഏതാണ്ട് 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗഫൂറിന്റെ വീട്ടിലെത്തും? എന്തേ അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ല? അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഇത്ര ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊക്കെ എന്ത് ഗൂഢാലോചനയാണ് ഈ കാരണമാക്കുന്ന? എന്തെങ്കിലും ഗൂഢാലോചന ആരെങ്കിലും ചെയ്യും? UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഗവൺമെന്റിനെതിരെയുള്ള കാര്യങ്ങൾ പറയാൻ സമയമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അവസ്ഥ. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ റൗണ്ടിൽ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം ഇവിടെ ഉണ്ട്. ഞങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയൂ? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യത്വം ഒരു അല്പമെങ്കിലും ആരെങ്കിലും ചെയ്യും. അപ്പൊ ഇതിനകത്തൊക്കെ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉന്നയിക്കുന്ന ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ മോഷ്ടിച്ച പ്രത്യേക പരിഗണന ഉണ്ടോ? വൈദ്യുതി മോഷണം ആര് നടത്തിയാലും ഒരേ കുറ്റമാണ്. ആ CPM-കാർ മോഷ്ടിച്ചാലും BJP-കാർ മോഷ്ടിച്ചാലും മുസ്ലിം ലീഗ് മോഷ്ടിച്ചാലും നിയമത്തിന് മുന്നിൽ ഒന്നല്ലേ? അപ്പൊ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച മുമ്പ് ഇക്കാര്യം KSEB-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി എവിടെയെങ്കിലും ചോരുന്നുണ്ടെങ്കിൽ നിലവിലുള്ള സംവിധാനം വെച്ച് നമുക്ക് കണ്ടെത്താൻ വൈദ്യുതി ബോർഡിന് കഴിയും. ആ സംവിധാനം ഒന്നുണ്ട്. മീറ്ററിലൂടെ അല്ലാതെ വൈദ്യുതി ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം ഉള്ളപ്പോൾ വൈദ്യുതി എടുത്തുകൊണ്ട് ഇങ്ങനെ ഫെൻസിങ്, അനധികൃതമായ ഫെൻസിങ് ഇവിടെ ഉണ്ട് എന്ന് KSEB അറിയിച്ചിട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിക്കുകയാണ്. അതാണോ? അതല്ലേ ഏറ്റവും വലിയ കുറ്റം?